എൻ്റെ കോവൽത്തോട്ടം ഒരു തമാശയ്ക്ക് ഒരു തണ്ടിൽ തുടങ്ങിയതാണ് ഈ കോവൽ കൃഷി. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ തുടങ്ങി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-50 ചുവടിൻ്റെ മുകളിലായി. അപ്പോൾ ഇതിന് കൊമേഴ്ഷ്യലായിട്ട് എങ്ങനെ ഇത് കച്ചവടം ചെയ്യാൻ മാർക്കറ്റിംഗ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക് മാർക്കറ്റിലൊക്കെ ഇട്ട് കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങി. കാരണം ഇത് സർപ്ലസ് ആയിക്കഴിഞ്ഞാൽ നമ്മളെന്നും നമുക്കിത് കഴിക്കാൻ പറ്റില്ല. മാത്രമല്ല വേറെ കുറേ വെജീസ് എനിക്കുണ്ട്. പയറുണ്ടായിരുന്നു, പാവയ്ക്ക, വെണ്ടയ്ക്ക, പിന്നെ പച്ചക്കായ, അങ്ങനെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നുണ്ട്. ഇത് മാത്രം നമുക്ക് എന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇത് എങ്ങനെ വിറ്റഴിക്കാമെന്നതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫേസ്ബുക്ക് മാർക്കറ്റിലിട്ട് 2-3 കിലോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു പാർട്ടി നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് കൊമേഴ്ഷ്യലായിട്ട് എത്ര കിലോ വരെ സപ്ലൈ ചെയ്യാൻ പറ്റും? വീക്കിലി പുള്ളി കളക്ട് ചെയ്തോളാം. അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ ഇൻഡസ്ട്രിയിലേക്ക് കയറ്റി വിടുന്നുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് ബേസ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. കോസ്മെറ്റിക് ആൻഡ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞതിനോട്. അങ്ങനെ ഞാൻ വിചാരിച്ചത് പുള്ളി ഒരു തമാശയ്ക്ക് പറയുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായ ഒരു 8 കിലോ പറിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വന്ന് കൊണ്ടുപോയി. ഇപ്പം ഇതൊരു 3-4 മാസമായിട്ട് ഇത് പതിവായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പുള്ളി വരുന്നു, കളക്ട് ചെയ്യുന്നു, പോകുന്നു. ക്യാഷ് നമുക്ക് തരുന്നു, റെഡി ക്യാഷ്. നല്ലൊരു ഡീലാണ് പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നു, നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ചാലും മതി, നമ്മളില്ലെങ്കിലും പുള്ളി അത് കളക്ട് ചെയ്തിട്ട് പൊക്കോളും. പേയ്മെൻറ്റ് പുള്ളി തരികയും ചെയ്യും. അപ്പം ഇത്രത്തോളം നമുക്ക് സാധ്യതകൾ ബിസിനസ്സിൽ എപ്പോഴും ഞാൻ പഠിച്ചൊരു കാര്യം, സാധ്യതകൾ ഇത് തുളസിയാണേ. നമ്മുടെ നാട്ടിലെ തുളസി കൃഷ്ണ തുളസിയാണോ എന്ന് ചോദിച്ചാൽ സത്യം പറയണമെങ്കിൽ തുളസി ഒരുപാട് വിഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഐഡിയ ഇല്ല, പക്ഷെ നല്ല മണമാണ് കേട്ടോ. ഇതാണ് എൻ്റെ കോവൽത്തോട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പം നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മുടെ ഒരു തെറ്റ്. എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പരാജയ ഭീതിയോടെ ഒന്നും ചെയ്യരുത്. വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയും അരുത്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. സമയത്തിനനുസരിച്ച് അത് അതിൻ്റേതായ ഒരു